ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലെ കാഴ്ചകളുമായിട്ട് വരുവാണ്. ഇതുകൊണ്ടൊരു വണ്ടി പൊടി പറത്തിക്കൊണ്ട് വരുന്നത്. നമുക്ക് തിരിച്ചു പോയി അവിടെ നിന്നിട്ട് ഈ പൊടി കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറിയിരിക്കാം. ഒരു വണ്ടി പൊടി പറത്തിക്കൊണ്ട് വരുവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം ആറ്റിങ്ങൽ ബൈപ്പാസിലെ കാഴ്ചകളുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ പേരിങ്ങനെ നമുക്ക് കമൻറ്റ് ചെയ്ത് മെസ്സേജൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആറ്റിങ്ങൽ ബൈപ്പാസിലെ വീഡിയോ ഒന്നും ചെയ്യുമെന്ന്. അങ്ങനെ നമ്മളിന്ന് സൊമാറ്റോയിൽ ഇറങ്ങില്ല. എടാ, ഇവിടെ ഓവർപാസ് അല്ലേ വരുന്നത്? ഇവിടെ കണ്ട് മണ്ണ് ഇട്ടുണ്ട് നിറച്ചല്ലോ. ഈ വണ്ടി ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് കയറുമോ അത് നേരെ പോകും? അമ്മോ, പൊടി പറത്തിക്കൊണ്ട് വരുന്ന ഇറക്കം നോക്ക്. നേരെ പോവാണ്. ഈ റോഡ് വീഡിയോ എടുത്തിരുമ്പോഴത്തേക്ക് ഞാൻ പൊടി കൊണ്ട് ചാവും. ഇവിടെ ഈ മണ്ണിട്ട് വരുത്തുന്നതിന് ഇത് അണ്ടർപാസ് അല്ലേ? അല്ല, ഇവിടെ ഓവർപാസ് അല്ലേ വരുന്നത്? പിന്നെ അത് ഇടിച്ച് റെഡിയാകുമല്ലോ. എന്തോ നമ്മളിപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണി നടക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ മാത്രമാണ്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. പലയിടത്തും പണികൾ പിന്നെ ഒന്നും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുവാണ്. നമ്മളിപ്പം ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലമ്പലത്തു നിന്ന് വരപ്പോൾ അണ്ടർപാസ്, കല്ലമ്പലത്തു നിന്ന് വരപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ, ആയങ്കോണം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോ. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. വാവ്, ഇവിടെയൊക്കെ ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ. സർവീസ് റോഡൊക്കെ ടാർ ചെയ്തല്ലോ. നമുക്ക് സർവീസ് റോഡ് വഴി വന്നാൽ മതി അല്ലേ? സർവീസ് റോഡ് സർവീസ് റോഡ് വഴി എങ്ങനെ വരും? സർവീസ് റോഡ് അവിടെ വരെ ഉള്ളു. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഇനി വീടുകൾ വരും കേട്ടോ. സെറ്റപ്പ് വീടുകൾ വരും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടത്തേക്ക് വീടിട്ടുണ്ട് അവിടെ. അന്നൊക്കെ ഇവിടെ മൊത്തം റബ്ബറും തോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. സർവീസ് റോഡ് കുറേ ദൂരം ടാർ ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡ് ഏകദേശം ഫസ്റ്റ് ലെയർ ഒക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സർവീസ് റോഡ് ഹൈറ്റിലാണ് വരുന്നത്. അവിടെ ഈ കോൺക്രീറ്റ് വർക്കും പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തപ്പോഴും ഇവിടെ ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഓ, ഇവിടുത്തെ ലുക്കും ഒക്കെ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകൾ വരാനുള്ള സാധ്യത. ഇവിടെ വീട് വന്നാൽ ലുക്ക് സൈറ്റാണ് കേട്ടോ. അങ്ങോട്ട് ഹൈറ്റാണ് കണ്ട. ഇവിടെയൊക്കെ വീട് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ലുക്ക് ആകെ മാറിപ്പോല്ലേ. ഇവിടെ ഡിവൈഡറിന്റെ പണി ഇങ്ങനെ നടക്കാറുണ്ട്. നമ്മളിപ്പം ഇതൊക്കെ ഇവിടെ ടാർ ചെയ്തിട്ട് കുറേ നാളായിട്ടാ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർ ചെയ്ത ഭാഗം വീണ്ടും കുത്തിയിളക്കി വിള്ളൽ വീണായിരിക്കും, അതായിരിക്കും. ഇവിടെ ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയതായിട്ട് കാണുന്നുണ്ട്. വിള്ളൽ വീണതാണെന്നാണ് തോന്നുന്നത്. വീണ്ടും മണ്ണുറപ്പിക്കുന്ന പരിപാടിയാണ്. ഇത്രയും ദൂരത്തേക്ക് കണ്ടോ. അപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിലേക്ക് എൻട്രി ചെയ്തപ്പോൾ ഉടനെ ഇങ്ങനെയാണ് കാഴ്ചകൾ കേട്ടോ. ഇവിടേക്ക് ഒരുപാട് പണികൾ ഏകദേശം ഇത്രത്തോളം പൂർത്തിയായി. സർവീസ് റോഡൊക്കെ പണികൾ പൂർത്തിയായി. ഇവിടെ കുറേ ഭാഗം വീണ്ടും ഇളക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിള്ളൽ വീണതാവാനാണ് സാധ്യത. അങ്ങനെ ആയിരിക്കും അത് കുത്തി ഇളക്കിയത് വീണ്ടും. അറിയില്ല, അറിയില്ല. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ, ചെറിയൊരു അണ്ടർപാസ്. അതിൻ്റെ മേളിൽ കൂടെയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അവിടെ അണ്ടർപാസ് മതി. വാവ്, ഇവിടെയൊക്കെ പണികൾ ഇത്രയൊക്കെ ആയി കേട്ടോ. ഇവിടെയൊക്കെ ഡിവൈഡറൊക്കെ വെച്ച് കഴിഞ്ഞു. സൂര്യൻ ഇവിടെ അതിനെ കൊണ്ട് തന്നെ ഇതിന് വെട്ടം കുറവായിരിക്കും അല്ലേ? വീഡിയോയിൽ ഓപ്പോസിറ്റ് ആയിരിക്കും നല്ല ക്ലിയർ. നോക്കണം, ഓപ്പോസിറ്റ് ഒന്ന് കാണിച്ചോ. ഓ മോനെ, എന്തൊരു ക്ലിയർ. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതിയായിരുന്നല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരപ്പം ഇവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതും വലിയ കുഴപ്പമില്ല. അപ്പോൾ വണ്ടി പഠിക്കാൻ താല്പര്യമുള്ളവർ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. നീണ്ടു നിവർന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കാണ്. അടിപൊളിയായിട്ട് വണ്ടി പഠിക്കാൻ പറ്റും.
അത് ബൈക്കായാലും കാറായാലും എന്തായാലും ഈ ഭാഗത്ത് വന്നാൽ ഈ ഇതിലേക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ വന്ന വഴി കൂടെ ഇറങ്ങാം. പക്ഷെ അവിടെ ഇച്ചിരി റിസ്ക് ആണ്. അല്ലെങ്കിൽ പിന്നെ ഈ കടുവപ്പള്ളിയുടെ അതിലെ സൈഡിൽ കൂടെയൊക്കെ വഴിയുണ്ട് ഇവിടെ വന്ന് കയറാൻ. അതൊക്കെ തപ്പിപ്പിടിച്ച് വന്ന് കയറിയാൽ മതി. നമ്മളിപ്പോൾ പോകുന്നത് വേറെ അണ്ടർപാസിൻ്റെ അങ്ങോട്ടാണ്. അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ സർവീസ് റോഡ് വഴി വരും. ഈ സ്ഥലം എന്ന് പറയുന്നത് കേട്ടില്ല. സ്ഥലങ്ങളെല്ലാം മറന്നുപോയി. മുമ്പ് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ സ്ഥലങ്ങളൊക്കെ അറിയാം. നമ്മളിപ്പം എം എൽ എ പാലം എത്തുന്നതിന് മുമ്പുള്ള ഭാഗമാണ് കേട്ടോ. എം എൽ എ പാലം എത്തുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ വീട് വന്നാൽ എന്തോ ലുക്കായിരിക്കും. ഇപ്പം തന്നെ ആ വീട് നോക്കി, വാവ് വട്ടേ കൂട്ടി. ഓക്കെ, നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്നത് ഇവിടം വരെ ഉള്ളു കേട്ടോ. അങ്ങോട്ട് പണി അടക്കുകയാണ്. അന്നേരം നമുക്ക് സർവീസ് റോഡ് വഴി പോവേ. അവിടെ പണി അടക്കുകയാണ്. എം എൽ എ പാലത്തിൻ്റെ അങ്ങോട്ടുള്ള അടുത്ത് പണി അടക്കുകയാണ്. നമുക്ക് നേരെ തിരിച്ച് സർവീസ് റോഡ് വഴി. ഓഹോ, ഇവിടുത്തെ ബ്യൂട്ടി ഓക്കെ, നല്ല അടിപൊളി ക്ലിയർ ഉണ്ടല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് നാഷണൽ ഹൈവേയില് തെക്കൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡായിരിക്കും ഈ റോഡ്. കാരണം ഗ്രീൻഫീൽഡ് റോഡാണ് പുതിയതായിട്ട്. മുമ്പ് ഇങ്ങനെ റോഡില്ലായിരുന്നല്ലോ. ഇപ്പം പുതിയതായിട്ട് വന്ന റോഡായതിനെ കൊണ്ട് തന്നെ ചുറ്റും ഗ്രീനറിയാണ്. പേര് പോലെ തന്നെയാണ്. അപ്പോൾ ഓളപ്പൻ റോഡായി മാറും പണി പൂർത്തീകരിക്കുമ്പോൾ. അതിന് എന്താണെന്ന് ചോദിക്കില്ല. ഇപ്പം ഈ ഭാഗത്തൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പണി എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഫുള്ള് വീഡിയോ അങ്ങ് ഇടാം അല്ലേ. ഫുള്ളങ്ങ് വീഡിയോ ഇടാം അല്ലേ. ഇത് കഴിഞ്ഞിട്ട് മാമത്തുനിന്ന് കഴക്കൂട്ടം വരെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അത് നമുക്ക് പണി നടക്കുന്ന സ്ഥലത്ത് മാത്രം വീഡിയോ എടുക്കാം. അതുപോലെ നമ്മളിപ്പോൾ നേരെ നമ്മൾ എം എൽ എ പാലത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്, ചെറിയൊരു അണ്ടർപാസ്സാണ്. ഇവിടെയൊക്കെ ഇത് പോകും. അതിൻ്റെയൊക്കെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴേ നമ്മുടെ നാട്ടിലെ പല റോഡും BMBC റോഡ് ആയിട്ട് പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പണികളെല്ലാം കേട്ടോ. ഈ റോഡും അതിപ്പോൾ പണി പൂർത്തിയായ റോഡാണ്. നമ്മളെ വീടിൻ്റെ അവിടെയും BMBC നിലവാരത്തിൽ റോഡ് പണി പൂർത്തിയായി. ഇനി സെക്കൻഡ് ലെയർ കൂടെ ഇട്ടാൽ മതി. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിലേക്ക് അടിപൊളി വഴി കെട്ടി. ഇതിനു മുമ്പ് അങ്ങനെ ഒരു വഴിയില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് വഴി കെട്ടിയിട്ടുണ്ട്. ഇവിടെ വയലാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം വയലാണ്. ഒരു വെള്ളം കെട്ടും ഇവിടെ. ആ വെള്ളം പോകാനുള്ള വഴികളൊക്കെ ഉണ്ടാ എന്തോ. ഇവിടത്തേക്ക് യഥാർത്ഥ രൂപ അറിയണമെങ്കിൽ മഴക്കാലം, പെരുമഴക്കാലത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടും. ഈ വെള്ളമൊക്കെ എങ്ങോട്ട് പോകും? ഇവിടെ കെട്ടുന്ന വെള്ളം എങ്ങോട്ട് പോകും? വേണ്ട, ഇത് ക്ലോസ്ഡ് ഏരിയ ആയിട്ട് കിടക്കുവാണല്ലേ. പോകാൻ സ്ഥലമില്ലല്ലോ വെള്ളം. ഇവിടെ ഹോളുണ്ട്. വേണ്ട, ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. അതിൽ നിൽക്കില്ലല്ലോ ഇത്രയും വെള്ളം. വേണ്ട, ഇതും ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അത് പ്രദേശം. ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി പൊങ്ങുമല്ലോ. വേണ്ട, ആ മരങ്ങൾ കാണുമ്പോൾ അറിയാം അത്രയും പൊക്കത്തിൽ വെള്ളം പൊങ്ങും. അത് പ്രശ്നമാവും. അപ്പോൾ നമ്മളിപ്പോൾ MLA പാലത്തിൻ്റെ അവിടെ തിരികെയാണ് ഗായ്സ്. കുറേ നാളായി, ഇപ്പോൾ 6-7 മാസം ഉണ്ടായി. അങ്ങനെ നമ്മൾ MLA പാലമാണ്. MLA പാലം ഇവിടെ വേണ്ട, ഇത്ര ഹൈറ്റ് കുറവാണ്. നല്ല വീതിയുള്ളൊരു പാലമാണ്. MLA പാലം ഇതാണോ MLA പണിഞ്ഞ പാലമാണോ? അങ്ങനെ പേരുള്ള ഒരുപാട് സ്ഥലമുണ്ട് ഈ MLA പാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയായിരിക്കും RV ബ്ലോക്ക് കെട്ടി പൊക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ടി വരും. അണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയിട്ട് എത്ര നാളായെന്നറിയോ ഇങ്ങനെ കെട്ടി വെച്ചിട്ട്. ഇവിടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. അതിന് കുറുകെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. പിയറിലാണ് വരുന്നത് കേട്ടോ.
പിയറിലാണ്. ഇവിടെ പിയറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു തോടാണ്. നമുക്ക് 6 വരെ ഉള്ള ഭാഗത്തെ വീഡിയോസ് ഇന്ന് കാണേ. നമ്മളിപ്പം പാലാങ്കോണം സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു വെള്ളം വണ്ടി ഇങ്ങനെ പൊടി ഇങ്ങനെ പറക്കാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് പോയി, അതുകൊണ്ട് പൊടിയില്ല. ഇവിടെ വെച്ച് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പ്രദേശമാണ് കേട്ടോ. ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ ബ്ലോക്ക് വെച്ചിട്ടാണ് ഇവിടെ കെട്ടിപ്പോക്കുന്നത്. നല്ല ഹൈറ്റാണ്, ഭയങ്കര ഹൈറ്റാണ്. ഇവിടെ ഹൈറ്റ് കുറവാണല്ലോ. അവിടെയാണ് ഹൈറ്റ് കുറവ്. അപ്പോൾ ഇവിടെ ഇനിയും പൊങ്ങണം. അപ്പോൾ ഇത്രയും മണ്ണിട്ടാണ്. പക്ഷെ ഇവിടെ ആ പിയറിൽ ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് വരുന്നതായിരിക്കും നല്ലത്. ഇവിടുന്ന് അങ്ങ് വരാം, ആ MLA പാലം വരാം. ഇവിടെ ഈ ഇതേപോലെയുള്ള ഈ ആറി ബ്ലോക്കുകൾ കെട്ടി ഈ ഉയർത്തുന്നതിന് ഉയർച്ചയ്ക്ക് ഒരു പരിമിതി വേണം അല്ലേ? മാക്സിമം ഒരു 3 മീറ്ററോ അല്ലെങ്കിൽ 4 മീറ്ററോ അങ്ങനെ ഒരു പരിമിതി വയ്ക്കുക. അതിന് മുകളിലേക്ക് ഈ ബ്ലോക്കുകൾ കെട്ടിപ്പൊക്കേണ്ട അവസ്ഥ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പിയറിൽ ബ്രിഡ്ജ് പണിയണം, പാലം പണിയണം അല്ലേ? അങ്ങനെ ഒരു നിയമം വേണം. ഇവിടേക്കാണ് ഇത്ര ഹൈറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസമാവും. കാരണം ഇത്ര മീറ്ററിന് മേളിൽ എന്തോടെ പൊടിവണ്ടിയോ? ആ വണ്ടി കാണാനില്ല നമുക്ക്. എന്തോ ഒന്ന് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. പൊടി വർത്തിക്കൊണ്ട് എന്തോ ഒന്ന് പോയി. അപ്പോൾ ഇത്ര മീറ്ററിന് മേളിലേക്ക് ഒരു കണക്ക് വയ്ക്കുക. 3 മീറ്റർ, 4 മീറ്റർ, അല്ലെങ്കിൽ 2 മീറ്റർ, അല്ലെങ്കിൽ 3 മീറ്റർ. ആ മീറ്ററിന് മേളിലേക്ക് ഉയർച്ച വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതേപോലെയുള്ള ബ്ലോക്കുകളോ അല്ലെങ്കിൽ കോൺക്രീറ്റുകളോ വെച്ച് കെട്ടിപ്പൊക്കാതെ പിയറിൽ വേണം. അങ്ങനെ ഒരു ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റിങ്ങിൽ അല്ലെങ്കിൽ ടെൻഡറിൽ അങ്ങനെ ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പലയിടത്തും ഇതിത്ര ഹൈറ്റ് വരില്ല. മറിച്ച് ഹൈറ്റിന് പകരം ഇതേപോലെ പിയറിൽ തൂണിൽ പാലം വരും. അത് ഏറ്റവും നല്ലത് അങ്ങനെ വേണം അല്ലേ? അപ്പോൾ അതിന് താഴെയുള്ള ഹൈറ്റുകളിൽ ഇതേപോലെ 6 ബ്ലോക്കുകൾ വരണം. ഇതേപോലെയുള്ള ബ്ലോക്കുകൾ ഇതേപോലെ ഹൈവേകളിൽ നിർബന്ധമാണ് കേട്ടോ. ഇതേപോലത്തെ കോൺക്രീറ്റ് ഇതേപോലത്തെ ബ്ലോക്കുകൾ ഇല്ലാതെ ഹൈവേ നിർമ്മാണം നടത്താൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഹൈറ്റിന് ഒരു പരിമിതി വേണം. അതേപോലെ തന്നെ ഈ വെള്ളം കെട്ടിയിരിക്കുന്ന ഭാഗങ്ങളിലും അത് ഒഴിവാക്കുക. ഇപ്പം കൊല്ലത്തേക്ക് പലയിടത്തും പ്രശ്നം നടന്നതും അങ്ങനെയാണ്. ഭയങ്കര ഹൈറ്റിലാണ് ഇപ്പോൾ കെട്ടിപ്പൊക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാലാകോണത്തെത്തി. പാലാകോണത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓവർപാസാണ് വരുന്നത്. ഇപ്പോൾ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. ആ ഇതുണ്ടല്ലേ, ഇത് ഇടിഞ്ഞ് വീഴാതിരിക്കാനുള്ള വർക്കാണ് ഇപ്പം നടക്കുന്നത് കേട്ടോ. സോയിലിംഗ് എന്തോ ഒരു വർക്ക് പോയി. ഇവിടെ പിയർ പൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓവർപാസ് നടത്തുന്നതിൻ്റെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടോ. ഭയങ്കര ഹൈറ്റിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഭയങ്കര പണികൾ ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഈ പാലമാണ്. ഇവിടെ പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിയർ ഗ്യാപ്പിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പാലങ്കോണത്തെത്തി. ഇവിടെ കൊള്ളാല്ലേ, ഇവിടെ ഭയങ്കര മാറ്റം വന്നല്ലേ. ഇവിടെ പണ്ടൊരു മേളിലൊരു വീടുണ്ടായിരുന്നു, ആ വീടൊക്കെ പൊളിച്ച് മാറ്റിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇങ്ങനെ ഇടിഞ്ഞു വീഴാതിരിക്കാൻ തട്ടായിട്ട് ഇടിച്ച് ഇറക്കിയിട്ടുണ്ട്. ഇത് കൊള്ളാം. ഇതിപ്പം നാഷണൽ ഹൈവേയുടെ വസ്തുവാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. ഇവിടെ അടിപൊളിയായിട്ടാ. പുതിയതായിട്ട് വന്ന വീടാണല്ലോ. മേലിരുന്ന വീട്ടുകാർ വെച്ചായിരിക്കും അല്ലേ. നമുക്ക് ഇതുവഴി പോകാൻ പറ്റുമെന്ന് നോക്കേ. ഈ പാലാങ്കോണത്താണ് നാഷണൽ ഹൈവേയിൽ ഈ ആറ്റിങ്ങൽ ബൈപ്പാസിൽ ഏറ്റവും ദുഷ്കരമായ ജോലി വേണ്ടതും ഏറ്റവും എന്താണ് റോഡ് പണി പൂർത്തിയായിച്ചാൽ ഭംഗിയുള്ളതും ഒക്കെ ഒരു സ്ഥലമാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂള് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല വേനലിലും വെള്ളമുണ്ട്. ഇവിടെ ഇത് എങ്ങനെ ഇവർ രൂപപ്പെടുത്തി എടുക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അതുകൊണ്ട്
ആ മണ്ണ് മൊത്തം ഇടിഞ്ഞ് ഇറങ്ങി കാണാണ്ട്, ഈ തിട്ട മൊത്തം ഇടിഞ്ഞ് ഇറങ്ങി. അപ്പോ എന്തോരം പണി ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് എന്തായി മാറുമെന്ന് അറിയത്തില്ല ഈ ഭാഗം. ഇത് എന്ത് ചെയ്യാനാണ്? ഈ മണ്ണിന് ഉറപ്പില്ലാത്ത മണ്ണാണ്. ഏതോ കണ്ട നമ്മളാട്ടി ചേടി എന്നൊക്കെ പറയുന്ന ആ വെള്ള മണ്ണാണ്. അതിനൊട്ടും ഉറപ്പ് കാണത്തില്ല ആ മണ്ണിന്. അപ്പോൾ ഇവിടെ വണ്ടി വരുന്നു, പൊടിയും വണ്ടിയും വരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും താഴ്ചയിലാണ് മെയിൻ റോഡ് പോകുന്നത്. അതിനുവേണ്ടി ഇടിച്ചിറക്കപ്പോൾ അത് വീണ്ടും ഇടിക്കും. അപ്പോൾ ഇവിടെ വലിയ പണി വേണ്ടി വരും. വാവ്, പൊടി കുറവാണല്ലേ. വാവ്, അച്ഛനും മോനും കൂടെ എങ്ങോട്ട് പോവാ? അപ്പോൾ ഇത് നല്ല പൈസ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് ഇത്. അതേപോലെ തന്നെ നല്ല എൻജിനീയറിങ് കഴിവ് തെളിയിക്കുന്ന ഒരു സ്ഥലമാണ് ഗൈസ് ഇവിടെ. പണി നടത്തുന്നവർക്കുള്ള നല്ല കഴിവ് തെളിയിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ കേട്ടോ. അത് നമ്മൾ കാണണമെങ്കിൽ ഇനി വർഷങ്ങൾ പിടിക്കും. ഒരു മാസ്ക് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. പൊടി തിന്നും മരിച്ച്. ഇവിടെ ഈ ഭാഗം നമുക്ക് കാണാം. ഭയങ്കര റിസ്ക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഹൈറ്റും പോയിട്ട് ഹൈറ്റും ആണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ കടകളും പുതിയ വഴിയല്ലേ, അപ്പോൾ വീടുകളൊക്കെ കുറവായതിനെ കൊണ്ട് വലിയ റിസ്ക് ഫാക്ടർ കുറവാണ്. പക്ഷെ എങ്കിലും ഭയങ്കര പണി നടക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. കാരണം ഇതേപോലെ കട്ടി കുറഞ്ഞ മണ്ണാണ് ഇവിടെ ഉള്ളത്. അതാണ് ഏറ്റവും വലിയ അപകടമാവുന്നത്. കാരണം ഇവിടെയൊക്കെ ഈ ഹൈറ്റ് കണ്ടോ, ഈ ഹൈറ്റൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇടിഞ്ഞു വീഴും. അതുകൊണ്ടല്ലോ അവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടോ കാണാം. ഇതുവഴിയൊന്ന് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് കിടക്കാൻ സാധിക്കും. ഇതിന് വലിയ കട്ടി കുറഞ്ഞ മണ്ണാണ്. ഇത് പെട്ടതാണ്ട ഇടിഞ്ഞ് വീണതാണ്ട. ഇതാണ് ആട്ടെ. ഇവിടെയും ഹൈവേ താഴെ കൂടെയാണ് പോകുന്നത്, സർവീസ് റോഡ് മേളിലൂടെ. അപ്പോൾ ഇവിടെ ഇടിഞ്ഞു വീഴാതിരിക്കാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിന് പേരെന്തോ പറയുമായിരുന്നു, മറന്നുപോയി. ഇങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് 1.5 മീറ്റർ ഡ്രില്ല് ചെയ്ത് കോൺക്രീറ്റും വേറെ കുറേ മിശ്രിതമൊക്കെ പമ്പ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് വയ്ക്കുന്ന പരിപാടി. പക്ഷെ അത് ഈ മണ്ണിൽ സക്സസ് ആവില്ല. ഇത് ചെയ്ത സ്ഥലത്തും പൊളിഞ്ഞു വീണിട്ടുണ്ട്. ആ വാലങ്കോണത്ത് തന്നെ ചെയ്ത സ്ഥലത്ത് പൊളിഞ്ഞു വീണിട്ടുണ്ട്. വേണ്ട ഇവിടെയൊക്കെ കോൺക്രീറ്റ് വേണ്ട, അത് സക്സസ് അല്ലാത്തതിനെ കൊണ്ട് കേട്ടോ കോൺക്രീറ്റ് ഇട്ട് ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഒരു വീടൊക്കെ ഉണ്ട്, വീടിനോട് ചേർന്ന് ഇടിഞ്ഞൊക്കെ വീണിട്ടുണ്ട്. കണ്ട മണ്ണ് പറഞ്ഞ ചേടി എന്ന് നമ്മളെ നാട്ടിൽ പറയും. കട്ടി കുറഞ്ഞ ഒരു മണ്ണാണിത്. അതായത് കിണറിൻ്റെ അടിയിലൊക്കെ കാണുന്നില്ലേ, അതേ പരിപാടിയാണ്, അതേ മണ്ണാണിത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ രണ്ട് സൈഡിലും അഗാധമായ കുന്നാണ്, കട്ടി കുറഞ്ഞ മണ്ണാണ്. അതാണ് ഇവിടുത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് മൊത്തവും മിക്കവാറും കോൺക്രീറ്റ് ചെയ്ത് കെട്ടി പൊക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ല മണ്ണിൽ എന്തൊരു ചെയ്താലും അത് ഇരിക്കുവാൻ പാടാണ്. ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ പ്രശ്നം. അങ്ങോട്ട് അങ്ങനത്തെ മണ്ണല്ല, വേറെ മണ്ണാണ്. നമ്മളെ വീഡിയോ അവസാനിക്കാറായി. നമുക്ക് ആ പാലം വരെ ആയിരിക്കും 6 വരെ ആയിരിക്കും വീഡിയോ എടുക്കുക. ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ ആ മണ്ണ് വ്യത്യാസമുണ്ട്, വേറെ കുറച്ചും കൂടി കട്ടിയുള്ള മണ്ണാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇല്ല ഗൈസ്, അത്ര കട്ടിയൊന്നുമില്ല.
ഇവിടെ അതേപോലത്തെ മണ്ണൊക്കെ തന്നെയാണ്. മറ്റേ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ, മണ്ണ് ഉറപ്പിക്കാനുള്ള ഇടിഞ്ഞു വീഴാതിരിക്കുള്ള പരിപാടി. അത് വലിയ സക്സസ് ആവായിരിക്കും. ഇവിടുന്ന് മണ്ണെടുത്തോണ്ട് പോവാണ്. നമുക്ക് ഇതുവഴി അങ്ങ് ചാടാൻ പറ്റുമോ? ഇതുവഴി റോഡുണ്ട് ഗൈസ്. അവിടെ ഇവിടെ ഇതേപോലെ ഇടിച്ച് താത്തിട്ടുണ്ട് കേട്ടോ. സർവീസ് റോഡ് മുകളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അത്രയോ ഹൈറ്റിലാണ്. ഇവിടെ മറ്റേ മണ്ണിൻ്റെ അത്ര ഇതില്ല, കുറച്ചും കൂടെ കട്ടിയുള്ള മണ്ണായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടുന്നുള്ള കാഴ്ച ഒക്കെ, ഇവിടെ അത്ര ഹൈറ്റുള്ള പ്രദേശമാണ്. ഇതോ അങ്ങ് ആറ്റിങ്ങൽ ആ ഭാഗമൊക്കെ ഫുൾ താഴ്ന്നാണ്. അതിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ അടിപൊളി കാഴ്ചയാണ്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പണികൾ എന്ന് പറഞ്ഞാൽ മെയിൻ പണികൾ ഈ പാലങ്കോണം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടേക്കാണ് ഇങ്ങനെ നടക്കുന്നത്. ഇതൊക്കെ പണി കഴിയാൻ കുറേ നാൾ കഴിക്കും. ഒരുപാട് പണികളുള്ള സ്ഥലമാണ്. നമ്മളെ പ്രധാനപ്പെട്ട സ്ഥലം എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഇവരെന്ത് ചെയ്യണം? മണ്ണിട്ട് ഉയർത്താനാണ് അത്രയും ഉയരത്തിൽ. ഇവിടെ പാലം വരണം. നമ്മൾ വാമനപുരം നദിക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ പണിയാണ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മണ്ണ് കെട്ടി ഉയർത്താനുള്ള കോൺക്രീറ്റ് വാൾ ഇങ്ങനെ കെട്ടി ഉയർത്തുകയാണ്. ഇത്രയും ഹൈറ്റിൽ കെട്ടിപ്പോക്കും ഒരു കോൺക്രീറ്റ് വാള്. അല്ലെങ്കിൽ ഇത്രയും താഴ്ച അവർ ഇടിച്ച് താക്കുമെന്ന് തോന്നുന്നല്ലേ ഇനിയും. അതായിരിക്കും ഇടിച്ച് താക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗായ്സ്. നമ്മളിപ്പം വാമനപുരം നദിക്ക് കുറുകെയുള്ള പാലമുണ്ടല്ലോ, അവിടെ എത്തിയേക്കാണ്. ഇവിടെ മണ്ണിട്ട് ഇവിടെ ഈ ഹൈറ്റിൽ മണ്ണിട്ട് പോക്കും അല്ലേ ആ പാലത്തിൻ്റെ. അപ്പോഴാണ്ട് ഇവിടെ ഇതേപോലെ പാലം വരുന്നുണ്ട്, ചെറിയ പാലം കലങ്ങ്. അവിടെ കൊല്ലത്തൊക്കെ ആ ഇടിഞ്ഞ് താന്ന് ഇതേപോലെ കലങ്ങ് കണ്ട. ഇതിൻ്റെ മേളിൽ ഈ മണ്ണെല്ലാം കൂടെ പോയപ്പോൾ ഇത് താങ്ങൂല, അങ്ങ് ഇരുത്തി. ഇതുവഴി അങ്ങ് അപ്പുറത്ത് കിടക്കാൻ പറ്റൂടെ? ഇല്ല, പണി നടക്കുന്ന സൈറ്റാണ്. നമ്മൾ അതിലേക്ക് വണ്ടിയും കൊണ്ടൊക്കെ പോകുന്നത് ശരിയല്ല. നമുക്ക് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ മാമം മുതൽ എവിടെ വരെ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഗൈസ്.